San Jose Central School is more than a school. It's a place where ambitions get roots, ideas get wings. Together, we start the journey to success. San Jose Central School. തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ മുള്ളൂർക്കര ടൗണിൽ മുസ്ലിം പള്ളിക്ക് സമീപം ട്രാഫിക് സൈൻ ബോർഡ് മുറിഞ്ഞുകിടക്കുന്നതുകൊണ്ട് വൻ അപകടം സംഭവിക്കാൻ ഇടയുണ്ട് എന്ന് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പൗരാവകാശ സംരക്ഷണ സമിതി സെക്രട്ടറി നൌഫൽ ആരോപിച്ചു. 8/5/2024 സ്വകാര്യ വ്യക്തിയുടെ വാഹനം ഇലക്ട്രിക് പോസ്റ്റും ട്രാഫിക് സൈൻ ബോർഡും ഇടിച്ചു തകർക്കുകയും തുടർന്ന് ഒടിഞ്ഞുകിടക്കുന്ന ട്രാഫിക് സൈൻ ബോർഡ് അതേ അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ്. നിരവധി ആളുകൾ തിരക്കേറിയ ഈ റോഡിൽ കാൽനടയായി പോകുന്നത് ഈ വഴിയാണ്. ഒടിഞ്ഞു നിൽക്കുന്ന സൈൻ ബോർഡ് പ്രത്യേകിച്ചും രാത്രികാലങ്ങളിൽ പലപ്പോഴും ആളുകൾക്ക് അപകടം സൃഷ്ടിക്കുന്നു. PWD അധികാരികളുടെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടും ഇത് പരിഹരിക്കുന്നതിനുള്ള നടപടി ഉണ്ടായിട്ടില്ല. അടിയന്തരമായി ഇത് മുറിച്ചുമാറ്റി സ്ഥാപിക്കണമെന്ന് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പൗരാവകാശ സംരക്ഷണ സമിതി സെക്രട്ടറി നൌഫൽ പറഞ്ഞു. ഇതിന്റെ ഭാഗമായി ഉന്നത അധികാരികൾക്ക് പരാതി രേഖാമൂലം നൽകിയതായും അദ്ദേഹം പറഞ്ഞു. 8/5/24 ഒരു മാരുതി കാർ വന്ന് ഈ ഇലക്ട്രിക് പോസ്റ്റും ഈ PWD സൈൻ ബോർഡും ഇടിച്ചു തകർക്കുകയും അതിന്റെ ഭാഗമായിട്ട് ഇലക്ട്രിസിറ്റിക്കാർ വേഗം വന്ന് ഇലക്ട്രിക് പോസ്റ്റൊക്കെ മാറ്റി. പക്ഷേ PWD അധികാരികൾ നിരവധി തവണ ഈ വഴി പാസ് ചെയ്തിട്ടും ഇത് ശ്രദ്ധയിൽ പെട്ടതായി ഭാവിക്കുകയോ അത് നീക്കം ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. വളരെ അധികം തിരക്കായ ഈ റോട്ടിൽ കുട്ടികളൊക്കെ മദ്രസയിൽ വന്ന് കുട്ടികൾ മുതൽ സ്കൂൾ കുട്ടികളൊക്കെ നടക്കുന്നൊരു നടപ്പാതയാണ്. ഈ പാതയിൽ വളരെയധികം അപകടമാണ് ഈ സൈൻ ബോർഡ് ഉണ്ടാക്കുന്നത്. അടിയന്തരമായിട്ട് അത് എടുത്തു മാറ്റേണ്ടതാണ്. ഇതിന് PWDയുടെ ആപ്പിൽ കംപ്ലയിൻ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ വടക്കാഞ്ചേരി റോഡ് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും പരാതിപ്പെട്ടിട്ടുണ്ട്. അടിയന്തരം എടുത്തു മാറ്റാൻ പരാതിപ്പെട്ടതിൻ്റെ ഇതിൽ കൊടുക്കുന്നുണ്ട് നമ്മൾ. ന്യൂസ് ഡെസ്ക് CCV.